ഇന്ന് ലോക ജനതയിൽ പൈൽസ് അഥവാ ഹെമറോയിഡ്സ് ബാധിതരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഈ അടുത്തിറങ്ങിയ ഒരു സ്റ്റഡി റിപ്പോർട്ട് പ്രകാരം 50 മുതൽ 70% ജനതയിലും ഇത്തരത്തിൽ പൈൽസ് അഥവാ ഹെമറോയിഡ്സിന്റെ ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇന്ത്യയിലും പ്രത്യേകിച്ച് സ്ത്രീകളിൽ 50 വയസ്സ് മുതൽ 60 വയസ്സിനിടയിൽ വർദ്ധിക്കുന്നതായിട്ട് കാണാം. ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ഹെമറോയിഡ്സ്, എന്തൊക്കെ കാരണം കൊണ്ട് ഹെമറോയിഡ്സ് വരുന്നു, എങ്ങനെയൊക്കെ നമുക്കത് മാനേജ് ചെയ്യാം, എന്തൊക്കെ ട്രീറ്റ്മെന്റ് നമുക്ക് എടുക്കാതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ സാജൻ വി എഡിസൺ. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഹെമറോയിഡ്സ് എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏനൽ റെക്ടൽ ഭാഗത്തുള്ള വെയിനുകൾ എൻലാർജ് ചെയ്യും. അവ കാരണം നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതകളെയാണ് ഹെമറോയിഡ്സ് അഥവാ പൈൽസ് എന്ന് പറയുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ വഹിക്കുന്ന രക്തക്കുഴലിനെയാണ് വെയിൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആ ഏനൽ ഭാഗത്തുള്ള വെയിനുകൾ വീർക്കുകയും അത് കാരണം ചിലപ്പോൾ റെക്ടൽ ബ്ലീഡിംഗ് വരെ ഉണ്ടാകുന്ന അത്തരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇതിനെ ഹെമറോയിഡ്സ് അഥവാ പൈൽസ് എന്ന് പറയുന്നത്. ഹെമറോയിഡ്സ് ഏത് പ്രായക്കാരിലും വരാൻ സാധ്യതയുള്ള ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള അഡൽസിനാണ് കൂടുതലായും കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഒരു 40 മുതൽ 60 വയസ്സിനും ഇടയിലുള്ള പ്രായത്തിലാണ് കൂടുതലായിട്ടും ഹെമറോയിഡ്സ് കണ്ടുവരുന്നത്. ഹെമറോയിഡ്സ് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഒന്നാമതായി അമിതവണ്ണമുള്ളവരിൽ ഇത്തരത്തിലുള്ള ഹെമറോയിഡ്സ് കൂടുതലായി കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി പീരീഡിലും കൂടുതലായും ലേഡീസിനൊക്കെ ഇത്തരത്തിൽ ഹെമറോയിഡ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ഭക്ഷണ രീതികളിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലുള്ള കുറവ് കാരണവും കൂടുതലായും ഹെമറോയിഡ്സ് വരാറുണ്ട്. അടിക്കടിയായി ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, അത്തരത്തിൽ സ്ഥിരമായി മലബന്ധമുള്ളവരിൽ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി ഹെമറോയിഡ്സ് അഥവാ പൈൽസ് വരാറുണ്ട്. ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുകയും അത്തരത്തിൽ വെയിറ്റ് എടുക്കുന്നവരിലും കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നവരിലും വെയിൻസ് സുള്ളനാകുവാനും ഹെമറോയിഡ്സിലേക്ക് നയിക്കുവാനും സാധ്യതയുണ്ട്. ഇന്ന് പലരിലും കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് ടോയ്ലറ്റിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഫോണുമായും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുമായി പോയി കൂടുതൽ സമയം ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യുന്നത് വഴി അവിടെയുള്ള വെയിനുകൾക്ക് പ്രഷർ അനുഭവിക്കുകയും അത്തരത്തിൽ വെയിനുകൾക്ക് പ്രഷർ അനുഭവിച്ച് വെയിനിന്റെ സൈഡിലുള്ള വാളുകൾ പ്രഷർ കൂടി അത്തരത്തിൽ സുള്ളനാകുവാനും അത് ഹെമറോയിഡ്സിലേക്ക് നയിക്കുവാനും സാധ്യതയുണ്ട്. ടോയ്ലറ്റിൽ പോകുന്ന സമയത്തും കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നവരാണെങ്കിൽ അവരിലും ഇത്തരത്തിൽ പൈൽസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിത രീതി കൊണ്ടും നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും ഹെമറോയിഡ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഏനസിന്റെയും രക്തത്തിന്റെയും ഭാഗത്തുള്ള വെയിനുകൾ സ്വല്ലനാകുന്നതനുസരിച്ച് ഇതിനെ ഇന്റേണൽ ഹെമറോയിഡ്സ് ആയിട്ടും എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇവയിൽ തന്നെ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് ഏനസിന്റെ ഭാഗത്തുള്ള വെയിനുകൾക്ക് സ്വള്ളനാകുകയും ഇത്തരത്തിൽ സ്വള്ളനാകുന്ന വെയിൻസ് കാരണം അവിടെ വേദനയും ബ്ലീഡിങ്ങും ചൊറിച്ചിൽ ഉൾപ്പെടെയുള്ള സിംറ്റംസ് രോഗിക്ക് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഇനി ഇന്റേണൽ ഹെമറോയിഡ്സ് എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ രക്തത്തിന്റെ ഭാഗത്ത്, നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള നമ്മുടെ കോളനായിട്ട് ബന്ധപ്പെട്ട രക്തത്തിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള വെയിനുകൾക്ക് സ്വള്ളനാകുകയും ബ്ലീഡിംഗ് വരാനുള്ള സാധ്യത ഉണ്ട്. ഇന്റേണൽ ഹെമറോയിഡ്സിൽ ഇത്തരത്തിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല എന്നുള്ളതാണ് വസ്തുത. എക്സ്റ്റേണൽ ഹെമറോയിഡ്സിൽ ബ്ലീഡിങ്ങും അതുപോലെ തന്നെ രോഗിക്ക് വേദനയും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്റേണൽ ഹെമറോയിഡ്സിൽ രോഗിക്ക് ബ്ലീഡിംഗ് ഉണ്ടാകാറുണ്ട്, എന്നാൽ പലപ്പോഴും വേദന ഇല്ലാത്തൊരു കണ്ടീഷനാണ് ഇന്റേണൽ ഹെമറോയിഡ്സിൽ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഇന്റേണൽ ഹെമറോയിഡ്സും എക്സ്റ്റേണൽ ഹെമറോയിഡ്സും കാരണം ഈ വെയിനുകൾ പുറത്തോട്ട് പ്രൊട്രൂഡ് ചെയ്ത് വരാറുണ്ട്. ഇത്തരത്തിൽ പ്രൊട്രൂഡ് ചെയ്ത വെയിനുകൾ അനുസരിച്ച് 4 ഗ്രേഡുകളായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിഗ്രി ഹെമറോയിഡ്സ്, സെക്കൻഡ് ഡിഗ്രി ഹെമറോയിഡ്സ്, തേർഡ് ഡിഗ്രി ഹെമറോയിഡ്സ്, ഫോർത്ത് ഡിഗ്രി ഹെമറോയിഡ്സ്. ഒന്നാമതായി ഫസ്റ്റ് ഡിഗ്രി ഹെമറോയിഡ്സ് എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആ രക്തത്തിന്റെ ഭാഗത്ത് മാത്രം ഇവ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന കണ്ടീഷനാണ് ഫസ്റ്റ് ഡിഗ്രി ഹെമറോയിഡ്സ്. എന്നാൽ സെക്കൻഡ് ഡിഗ്രി ഹെമറോയിഡ്സ് എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ മലവിസർജനം നടത്തുന്ന സമയത്ത് പുറത്തോട്ട് വരികയും അതുപോലെ അത് കഴിയുന്ന സമയത്ത് അകത്തോട്ട് തനിയെ തന്നെ കയറിപ്പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. തേർഡ് ഡിഗ്രി ഹെമറോയിഡ്സ് എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇവ പുറത്തോട്ട് പ്രൊട്രൂഡ് ചെയ്യും, നമ്മൾ കൈകൾ കൊണ്ട് അകത്തോട്ട് തള്ളി വെക്കേണ്ട ഒരു കണ്ടീഷനാണ് തേർഡ് ഡിഗ്രി ഹെമറോയിഡ്സ്. ഫോർത്ത് ഡിഗ്രി ഹെമറോയിഡ്സിൽ ഇവ പൂർണ്ണമായും പുറത്തോട്ട് തള്ളി വരുന്ന ഒരു കണ്ടീഷനായിട്ട് നിലനിൽക്കുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ പ്രൊട്രൂഷൻ കാരണം നമുക്കിതിനെ 4 ഗ്രേഡായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹെമറോയിഡ്സിനും ഏനൽ ഫിഷറിനും ഇത്തരത്തിൽ ബ്ലീഡിങ്ങും വേദനയും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട്.
എന്നാൽ കൃത്യമായി എന്താണ് ഡിഫറൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏനൽ ഫിഷർ എന്ന് പറയുന്നത് ഇന്നർ ലൈനിങ്ങിൽ ഉണ്ടാകുന്ന മുറിവിനെയാണ് ഏനൽ ഫിഷർ എന്ന് പറയുന്നത്. എന്നാൽ ഹെമറോയിഡ്സ് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വെയിൻസുകളിൽ ഉണ്ടാകുന്ന ഈ സ്വെല്ലിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഹെമറോയിഡ്സ്. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ടെസ്റ്റിലൂടെ നിങ്ങളൊരു ഡോക്ടറെ കാണുമ്പോൾ കൃത്യമായി അതൊരു ഏനൽ ഫിഷർ ആണോ അതോ ഹെമറോയിഡ്സ് ആണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. കൂടുതലായിട്ട് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന സ്ട്രെയിൻ, പ്രത്യേകിച്ച് നമ്മുടെ പെൽവിക് റീജിയനിൽ നമ്മൾ കൂടുതലായിട്ട് സ്ട്രെയിൻ കൊടുക്കുന്നതിന്റെ ഭാഗമായി ഇത്തരമുള്ള വെയിൻസുകൾക്ക് പ്രഷർ അനുഭവപ്പെടുകയും ഇത്തരത്തിൽ സുള്ളനാകുള്ള കണ്ടീഷനിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അമിതമായി ഭാരം എടുക്കുന്നവരിലും കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നവരിലും അമിതമായി ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് സ്ട്രെയിൻ ചെയ്യുന്നവരിലും ഇത്തരത്തിലുള്ള ഹെമറോയിഡ്സ് കണ്ടീഷൻസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഹെമറോയിഡ്സ് കാരണം എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏനസിന്റെ ഭാഗത്ത് ചൊറിച്ചിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ആ രക്തത്തിന്റെ ഭാഗത്ത് കൂടുതലായിട്ട് ഒരു ഹെവിനെസ് പോലെ, ലംസ് പോലെ രോഗിക്ക് അനുഭവപ്പെടാറുണ്ട്. ഏനസിന്റെ അവിടെയുള്ള വേദന, ഭയങ്കരമായിട്ടുള്ള വേദന ഇത്തരത്തിൽ ഹെമറോയിഡ്സ് വരുന്ന സമയത്ത് രോഗിക്ക് അനുഭവപ്പെടാറുണ്ട്. പലപ്പോഴും ക്ലിനിക്കിലൊക്കെ വന്ന് രോഗികൾ പറയാറുണ്ട് മലവിസർജനം നടത്തുന്ന സമയത്ത് രക്തം അതിൽ കലർന്നു വരാറുണ്ടെന്ന്. അങ്ങനെ ഇത്തരത്തിലുള്ള രക്തം കലർന്നുള്ള സ്റ്റൂള് വരാറുണ്ട്. ഇത്തരത്തിൽ പ്രൊലാപ്സ് വരുന്ന സമയത്ത് ഹെമറോയിഡ്സിന്റെ സിംറ്റംസ് ആണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എല്ലായ്പ്പോഴും ഇത്തരത്തിൽ മലത്തിലുണ്ടാകുന്ന രക്തം കലർന്നു വരുന്നത് ഹെമറോയിഡ്സ് ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ചും അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, CA കോളൻ തുടങ്ങിയ അസുഖങ്ങൾ കാരണവും രക്തം മലത്തിൽ കലരാറുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഇത്തരത്തിൽ സിംറ്റംസ് വരുന്ന സമയത്ത് ഒരു ഡോക്ടറെ കാണുക. കൃത്യമായിട്ട് നിങ്ങൾ സിംറ്റംസ് ഡോക്ടറുമായി ഡിസ്കസ് ചെയ്ത് ഏത് തരത്തിലുള്ള അസുഖമാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇനി എങ്ങനെ നമുക്ക് ഹെമറോയിഡ്സ് ആണെന്ന് കൺഫേം ചെയ്യാം അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാം എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതിൽ തന്നെ ആദ്യമേ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാകുമ്പോൾ നാട്ടു ചികിത്സയോ അല്ലെങ്കിൽ സ്വന്തമായി ചികിത്സ നടത്താതെ ഒരു ഡോക്ടറെ ഉടൻ തന്നെ കാണുകയും ഇത്തരത്തിലുള്ള സിംറ്റംസ് ഡോക്ടറുമായി ഡിസ്കസ് ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഡോക്ടർ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ നിങ്ങളെ നടത്തും. ഗ്ലൗസ് ഉപയോഗിച്ച് നിങ്ങളുടെ രക്തത്തിന്റെയും ഏനൽ ഭാഗവും പരിശോധിച്ച് കൃത്യമായി എന്താണെന്ന് ഡോക്ടർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡയഗ്നോസ്റ്റിക് ടെക്നിക്കുകൾ നോക്കുകയാണെങ്കിൽ ഏനോസ്കോപ്പി വഴി കൃത്യമായും അത് ഹെമറോയിഡ്സ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സിഗ്മോയിഡോസ്കോപ്പി ഉപയോഗിക്കാം. നമുക്ക് കൊളനോസ്കോപ്പി വഴി മറ്റ് അസുഖങ്ങളല്ല എന്ന് കൺഫേം ചെയ്യും. ഇത്തരത്തിലുള്ള ഇമാജിംഗ് ടെക്നിക്ക് വഴിയും ഡയഗ്നോസ്റ്റിക് ടെക്നിക്ക് വഴിയും ഹെമറോയിഡ്സ് ആണോ ഏത് ഡിഗ്രി ആണ് എന്ന് ഉൾപ്പെടെ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ ആ ഒരു അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുക്കുകയും പൂർണ്ണമായും അസുഖം മാറുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുകയും ചെയ്യുകയുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ ഹെമറോയിഡ്സിനെ മാനേജ് ചെയ്യാം എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഒന്നാമതായി ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ മികച്ച ചികിത്സ ലഭ്യമാണ്. ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിലൂടെ പൂർണ്ണമായും നിങ്ങൾക്ക് ഏത് ഡിഗ്രി ഹെമറോയിഡ്സ് ആണെങ്കിലും അവയെ മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാൻ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റിലൂടെ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കണ്ട് ചികിത്സ നേടിയാൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഈ അസുഖം ഭേദമാക്കാം. ഇനി ജനറലായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഒന്നാമതായി നമ്മൾ കൂടുതലായി വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറയാതെ കൂടുതലായിട്ട് വെള്ളം കുടിക്കുകയും നമ്മുടെ ഭക്ഷണ രീതിയിൽ കൂടുതലായിട്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് നാരടങ്ങിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിങ്ങൾ കൃത്യമായിട്ട് ദിവസവും ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കൂടുതൽ സമയം ടോയ്ലറ്റിൽ ചെലവഴിക്കാതിരിക്കുക. അനാവശ്യമായി നമ്മൾ ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ മാഗസീനോ ഉൾപ്പെടെ നമ്മൾ ടോയ്ലറ്റിനകത്ത് യൂസ് ചെയ്യാതെ നമുക്ക് അർജുള്ളപ്പോൾ മാത്രം പോയി തിരിച്ചു വരുന്ന ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കുക. കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. അമിതമായി വെയിറ്റുകൾ ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പെൽവിക് റീജിയനിൽ കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാതെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുക. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. നിങ്ങളുടെ ജീവിത രീതിയും നിങ്ങളുടെ ഭക്ഷണക്രമവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മാനേജ് ചെയ്യാം. അതിന്റെ കൂടെ നമ്മൾ കൃത്യമായിട്ടുള്ള മെഡിസിനും കൂടെ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും ഹെമറോയിഡ്സ് എന്ന അവസ്ഥയെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള സർജിക്കൽ മെത്തേഡും ഹെമറോയിഡക്ടമി ഉൾപ്പെടെ സ്ക്ലീറോതെറാപ്പി ഉൾപ്പെടെയുള്ള റബ്ബർ ആൻഡ് ലെഗേഷൻ മെത്തേഡ് ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് രീതികൾ, മാനേജ്മെന്റ് രീതികൾ നിലവിലുണ്ട്. അത് ഹെൽത്ത് കെയർ എക്സ്പേർട്ടുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായി
അവ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇത്തരത്തിൽ ഹെമറോയിഡ്സിന്റെ പ്രൊട്രൂഷൻ ഉള്ളവരിൽ ഡെയിലി 20 മുതൽ 30 മിനിറ്റ് വരെ ഒരു പാത്രത്തിൽ ചെറുചൂട് വെള്ളം വെച്ച് അതിലേക്ക് ഇരുന്ന് ഈ പ്രൊട്രൂഡ് ആയിരിക്കുന്ന ഇവയിലോട്ട് ചൂടുവെള്ളം തട്ടിക്കുക. അങ്ങനെ ഡെയിലി ചെയ്ത വഴി നിങ്ങൾക്ക് ആ ഹെമറോയിഡ്സിന്റെ പ്രൊട്രൂഷനും സ്വെല്ലിങ്ങും ഒഴിവാക്കാം. അതുപോലെ തന്നെ കൃത്യമായി മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞ മാനേജ്മെന്റ് എല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ പൂർണ്ണമായി നമുക്ക് ഹെമറോയിഡ്സ് എന്ന അവസ്ഥയെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ഹെമറോയിഡ്സ് എന്നും എങ്ങനെയുള്ള ഹെമറോയിഡ്സ് വരുന്നു, എങ്ങനെയൊക്കെ നമുക്ക് ഹെമറോയിഡ്സിനെ മാനേജ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭ്യമാകണമെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇത്തരത്തിൽ ഇൻഫർമേഷൻ ആവശ്യമുള്ളതിലേക്ക് ഷെയർ ചെയ്യുക. ഒരു പാർശ്വഫലങ്ങളില്ലാത്ത ഹോമിയോപ്പതി ചികിത്സയ്ക്കായും മറ്റെന്തെങ്കിലും തരത്തിലുള്ള കൺസൾട്ടേഷനോ നിങ്ങൾക്ക് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് ക്ലിനിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരിട്ട് ചികിത്സ നേടാവുന്നതാണ്. അതിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇനിയും ഇൻഫർമേറ്റീവ് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് പറയാം, അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം ആവശ്യപ്പെട്ടു നിർത്തുന്നു. നന്ദി.